മലയാള ഭാഷാ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു. 2025 സംസ്ഥാന സർക്കാർ പാസാക്കിയ ബില്ലാണ് ഗവർണർ ഒപ്പിട്ടത്. ഇക്കഴിഞ്ഞ ഭാഷാ ദിനത്തിലും ഗവർണർ ബില്ലിൽ ഒപ്പിടാത്തതിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. VS അനു തിരുവനന്തപുരത്ത് നിന്നുണ്ട്. അനു, എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ആനന്ദ്, 2025 പാസാക്കിയ മലയാള ഭാഷാ ബില്ലിനാണ് ഇപ്പോൾ രാഷ്ട്രപതി രാജേന്ദ്ര അർലേക്കർ ഒപ്പിട്ടിരിക്കുന്നത്. മലയാളം ഇനി ഔദ്യോഗിക ഭാഷയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്താണ് ആദ്യമായി ഔദ്യോഗിക മലയാള ഭാഷ എന്നുള്ള രീതിയിൽ ആ ബില്ല് പാസ്സാക്കുന്നത്. പക്ഷേ അന്ന് ഈ ഭാഷാ ന്യൂനപക്ഷങ്ങളെ, അതായത് നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന തമിഴ് അല്ലെങ്കിൽ കന്നഡ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് പ്രശ്നമാകുമോ അല്ലെങ്കിൽ അതൊരു വിഷയമാകുമോ എന്ന് കണ്ട് അന്നത്തെ ഗവർണറായിരുന്ന ഈ പറയുന്ന പി സദാശിവം ഈ ബില്ല് രാഷ്ട്രപതിയുടെ അദ്ദേഹത്തിന് അയക്കുകയായിരുന്നു. പിന്നീട് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളൊക്കെ നടത്തിയെങ്കിലും 2025 10 വർഷം തടഞ്ഞു വെച്ച ശേഷം ഈ ബില്ല് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഭേദഗതികളോടുകൂടി ഇക്കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ സമ്മേളന കാലഘട്ടം തൊട്ടു മുമ്പുള്ള സമ്മേളനത്തിൽ മലയാള ഭാഷാ ബില്ല് സംസ്ഥാന നിയമസഭ പാസ്സാക്കുകയായിരുന്നു. 10ാം തരം വരെ വിദ്യാർത്ഥികൾ മലയാളം പഠിക്കണം എന്നടക്കമുള്ള നിബന്ധനകൾ ഇക്കാര്യത്തിൽ ഉണ്ട്. അതേസമയം വിദേശത്ത് പഠിക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് മാതൃഭാഷയിലുള്ള കുട്ടികൾക്ക് ഇത് പ്രശ്നമല്ല. ഏതായിരുന്നാലും അങ്ങനെ ഇതിനിടയിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ ബില്ല് പാസ്സാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. പ്രത്യേകിച്ച് കർണാടക അല്ലെങ്കിൽ ഈ കാസർഗോഡ് താമസിക്കുന്ന ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് അവിടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിനെതിരെ രംഗത്ത് വന്നത്. പക്ഷേ അതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിദ്ധരാമയ്യക്ക് കത്തൊക്കെ അയച്ച ഒരു സാഹചര്യമുണ്ട്. അടുത്തിടെ കവി മധുസൂദനൻ നായർ, ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെയുള്ള കഥാകാരൻ ജോർജ് ഓണക്കൂർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ഈ ബില്ലിൽ ഉൾപ്പെടണമെന്ന് അല്ലെങ്കിൽ അത് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർ ഈ പറയുന്ന ബില്ലിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഏതായാലും മലയാളം ഔദ്യോഗിക ഭരണഭാഷയായി മാറുന്നു എന്നുള്ളതാണ് ഏതൊരു മലയാളിക്കും വളരെയധികം സന്തോഷമുണ്ടാകുന്ന നിമിഷം തന്നെയാണ് ഇത്. ആനന്ദ്. ശരി, VS അനുവാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇനി ഭരണഭാഷ മലയാളം ഔദ്യോഗികമായി അതിൽ ഒപ്പിട്ടിരിക്കുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്ന വിവരങ്ങളാണ് ലഭിച്ചത്.